ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഈ ഒരു പരിചയപ്പെടുന്ന പ്ലാൻ എന്ന് പറയുന്നത് ഏകദേശം 2248 സ്ക്വയർ ഫീറ്റ് വിസ്തീർണവും അതുപോലെ തന്നെ 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു ലക്ഷറിയസ് വില്ല പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ്. അതായത് ഏകദേശം 20 മീറ്റർ നീളവും 17 മീറ്റർ വീതിയുമുള്ള ഒരു പ്ലോട്ടിൽ നിർമ്മിക്കാവുന്ന ഒരു പ്ലാനാണ് നമ്മളിന്ന് ഈ പരിചയപ്പെടുന്നത്. നമുക്ക് നോക്കാം ഇതിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയൊക്കെയാണെന്ന്. അതായത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു കാർ പോർച്ച് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു കാർ പോർച്ചിൻ്റെ നീളം എന്ന് പറയുന്നത് 4 മീറ്റർ 25 സെൻറ്റിമീറ്റർ. അതായത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളം എന്ന് പറയുന്നത് 4 മീറ്റർ 25 സെൻറ്റിമീറ്ററും ഈ ഒരു നീളം എന്ന് പറയുന്നത് 4 മീറ്ററും ആണ്. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കാർ പോർച്ച് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ വരികയാണെങ്കിൽ ഈ ഒരു സിറ്റ് ഔട്ട്, ഈ ഒരു ഭാഗത്ത് നമ്മൾ സിറ്റ് ഔട്ട്, അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് ഒരു വരാന്ത, അതായത് ത്രൂ ബിൽഡിംഗ് ഈ എൻഡ് വരെയുള്ള ഒരു വരാന്തയും നമ്മൾ ഈ ഇതിനോട് അടുത്തായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ നീളം എന്ന് പറയുന്നത് 2 മീറ്റർ 50 സെൻറ്റിമീറ്ററും ഇതിൻ്റെ വീതി, അതായത് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഒരു നീളം എന്ന് പറയുന്നത് 1 മീറ്റർ 90 സെൻറ്റിമീറ്ററും. പിന്നീട് നമ്മൾ ഈ വരാന്തയുടെ സൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ, വരാന്ത അതായത് ഈ നീളം എന്ന് പറയുന്നത് ഏകദേശം 7 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുള്ള അതിവിശാലമായിട്ട് തന്നെയുള്ള ഒരു വരാന്തയാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത്, അതായത് സിറ്റ് ഔട്ടിന് അടുത്തായിട്ട് തന്നെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നീട് നമ്മൾ നേരെ ഡയറക്റ്റ് എൻട്രി സിറ്റ് ഔട്ടിൽ നിന്ന് എടുക്കുന്നത് ഒരു ലിവിങ് സ്പേസിലേക്കാണ്. അതായത് ഈ ഒരു ലിവിങ് റൂം എന്ന് പറയുന്നത് ഏകദേശം 9.3 മീറ്റർ, അതായത് 9 മീറ്ററും 30 സെൻറ്റിമീറ്ററും നീളമാണ് ഈ ഒരു ലിവിങ് സ്പേസിനായിട്ടുള്ളത്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 3 മീറ്റർ 50 സെൻറ്റിമീറ്ററോളം വീതിയും ഈ ഒരു ലിവിങ് സ്പേസിന് നമ്മൾ നൽകിയിട്ടുണ്ട്. അതായത് ഒരു 2 സെറ്റ് സോഫ നമുക്ക് സുഖമായിട്ട് ഇടാവുന്ന രീതിയിലുള്ള ഒരു ലിവിങ് റൂം തന്നെയാണ് നമ്മളിവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നീട് നമുക്ക് നോക്കാം, ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഡൈനിങ് പർപ്പസിനായിട്ടുള്ള ഒരു സ്പേസാണ്. ഈ ഡൈനിങ് പർപ്പസിനുള്ള സ്പേസ് എന്ന് പറയുന്നത് ഏകദേശം വിഡ്ത്ത് 3.9 മീറ്റർ, അതായത് 3 മീറ്ററും 90 സെൻറ്റിമീറ്ററും ആണ് ഈ ഒരു ഭാഗത്ത് വിഡ്ത്ത് നമ്മൾ നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 4 മീറ്റർ 90 സെൻറ്റിമീറ്റർ നീളവും നമ്മൾ ഈ ഒരു ഡൈനിങ് ഏരിയയ്ക്ക് നമ്മൾ നൽകിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് നോക്കാം, ഈ ഒരു ബെഡ്റൂമിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഈ ഡൈനിങ്ങിനും ലിവിങ് സ്പേസിനും മധ്യത്തിലായിട്ട് തന്നെ ഒരു എൻട്രി നൽകിക്കൊണ്ട് നമ്മളൊരു ബെഡ്റൂം ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ ഒരു ബെഡ്റൂം തന്നെയാണ്. 4 മീറ്റർ നീളവും അതുപോലെ തന്നെ 4 മീറ്റർ വീതിയുമുള്ള ഒരു അതിവിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമ്മൾ ഈ ഒരു ഇതിനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്തായി തന്നെ നമ്മളൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൂടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടോയ്ലറ്റിൻ്റെ വീതി എന്ന് പറയുന്നത് 1.6, അതായത് 1 മീറ്റർ 60 സെൻറ്റിമീറ്റർ വീതിയും അതുപോലെ തന്നെ 4 മീറ്റർ നീളവുമുള്ള ഒരു ടോയ്ലറ്റ്, അതായത് അതിവിശാലമായിട്ട് തന്നെയുള്ള ഒരു ടോയ്ലറ്റ്. നമുക്കിതിൽ ഇത് സ്റ്റീം ബാത്ത്, അതുപോലെ തന്നെ ബാത്ത് ടബ് എന്നിങ്ങനെ ഒരു ലക്ഷറിയസ് വില്ല ആയതുകൊണ്ട് തന്നെ അത്രയും വലിയ ഒരു ടോയ്ലറ്റാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നീട് മറ്റൊരു ബെഡ്റൂം എന്ന് പറയുന്നത് തൊട്ടടുത്തായിട്ട്, അതായത് ലിവിങ് സ്പേസിൽ നിന്ന് എൻട്രി എടുക്കാവുന്ന രീതിയിൽ ഒരു ബെഡ്റൂം നമ്മൾ ഈ ഒരു ഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെയും സൈസ് എന്ന് പറയുന്നത് 4 മീറ്റർ വിഡ്ത്തും ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 4 മീറ്ററും ഈ ഒരു നീളം എന്ന് പറയുന്നത് 3 മീറ്റർ 50 സെൻറ്റിമീറ്ററോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ നോക്കാം, ഇതിൻ്റെ ഈ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ 1 മീറ്റർ 35 സെൻറ്റിമീറ്റർ വീതിയും അതുപോലെ തന്നെ 4 മീറ്റർ നീളവുമുള്ള ഒരു വലിയ ഒരു ടോയ്ലറ്റ്. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ബാത്ത് ടബ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ടോയ്ലറ്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കാം,
ഈ ലിവിങ് സ്പേസിൽ നിന്ന് നമ്മളൊരു ഓഫീസ് റൂം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരു ഓഫീസ്. സോ ഒരു ഓഫീസ് റൂം നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട്, സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഓഫീസ് റൂമിൻ്റെ നീളം എന്ന് പറയുന്നത് 3 മീറ്റർ 85 സെൻറ്റിമീറ്റർ ഈ ഒരു നീളവും, അതുപോലെ തന്നെ ഈ വീതി എന്ന് പറയുന്നത് 3 മീറ്റർ വീതിയോട് കൂടിയുള്ള ഒരു ഓഫീസ് റൂം നമ്മൾ ഈ ഒരു കോർണർ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റെയർ റൂമായിട്ട്, സ്റ്റെയർ ഏരിയ എന്നുള്ള രീതിയിൽ, അതായത് ഒരു വാഷ് ബേസിന് നമ്മളിവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റെയർ. ഇപ്പോൾ നമുക്ക് ഒരു ലിവിങ് സ്പേസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയർസ് ഇട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് എൻട്രി എടുക്കുന്നത് കിച്ചൺ. ഈ ഒരു ഭാഗത്ത് കിച്ചൺ നമ്മളതിന് സൈസ് നൽകിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മീറ്റർ 50 സെൻറ്റിമീറ്റർ നീളം. അത് ഈ ഒരു നീളം എന്ന് പറയുന്നത് 4 മീറ്റർ 50 സെൻറ്റിമീറ്ററും ഈ ഒരു നീളം എന്ന് പറയുന്നത് 3 മീറ്റർ 50 സെൻറ്റിമീറ്ററും ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നത്. പിന്നീട് ഈ കിച്ചണിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ എൻട്രി എടുത്ത് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം ഒരു വർക്ക് ഏരിയ നമ്മൾ നൽകിയിട്ടുണ്ട് ഇവിടെയായിട്ട്. സോ ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് നമ്മൾ നൽകിയിരിക്കുന്ന നീളം എന്ന് പറയുന്നത് 3 മീറ്റർ 40 സെൻറ്റിമീറ്ററും ഈ വീതി എന്ന് പറയുന്നത് 3 മീറ്റർ 50 സെൻറ്റിമീറ്ററോളം വീതിയുമാണ് നമ്മൾ ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് നൽകിയിട്ടുള്ളത്. സോ ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്കിതിൻ്റെ റൂം അതുപോലെ തന്നെ ബാക്കി സൈസും കാര്യങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. പിന്നീട് നമുക്ക് നോക്കാം ഇതിൻ്റെ ഡോർസ് എന്ന് പറയുന്നത്. ഡോർ എന്ന് പറയുന്ന ഈ മെയിൻ ഡോർ നമ്മൾ കൊടുക്കുന്ന മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 1.2 മീറ്റർ വിഡ്ത്ത്. അതുപോലെ തന്നെ ബെഡ്റൂം, കിച്ചൺ, വർക്ക് ഏരിയ എന്നീ ഭാഗങ്ങൾക്ക് നൽകുന്ന ഡോർ എന്ന് പറയുന്നത് 90 സെൻറ്റിമീറ്ററും ടോയ്ലറ്റുകൾക്ക് നൽകുന്ന ഡോർ എന്ന് പറയുന്നത് 75 സെൻറ്റിമീറ്ററും. ഇതിൻ്റെ എല്ലാം ഹൈറ്റ് എന്ന് പറയുന്നത് 2.1 മീറ്റർ ഹൈറ്റ് നമ്മൾ ഈ ഡോറുകൾക്കെല്ലാം കൂടി നൽകുന്നു. പിന്നെ വിൻഡോ എന്ന് പറയുന്നത് മെയിൻ വിൻഡോസ് എന്ന് പറയുന്നത് 1.5 മീറ്റർ വിഡ്ത്ത്, അതുപോലെ തന്നെ 1.5 മീറ്റർ ഹൈറ്റ്. സ്മോൾ വെൻറ്റിലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 50 സെൻറ്റിമീറ്റർ വിഡ്ത്തും 30 സെൻറ്റിമീറ്റർ ഹൈറ്റോട് കൂടിയുള്ള വിൻഡോസാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ക്രമീകരിച്ചിട്ടുള്ളത്.